കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൂടി സന്ദേശം കേൾക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾക്കും വന്ദനമറിയിച്ചുകൊണ്ട് ഈ പകലത്തെ ധ്യാനത്തിന് വേണ്ടി 103 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 103 സങ്കീർത്തനം. ദാവീദിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം. ഇവിടെ പറയുന്നു, നിന്റെ യൗവനം കഴുകിനെ പോലെ പുതുകി വരത്തക്കവണ്ണം എന്ന് പറയുന്നു. എന്നാൽ പക്ഷികളെ പറ്റി ഈ സങ്കീർത്തനത്തിൽ പറയുമ്പോൾ തന്നെ അതിന് തൊട്ടടുത്തുള്ള 102 സങ്കീർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. 102 സങ്കീർത്തനം അതിൻ്റെ 6, 7, 8 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന പദങ്ങൾ വളരെ അർത്ഥവത്തുള്ളതാണ്. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കളച്ചിരിക്കുന്നു, വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെ ആകുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ മരുഭൂമിയിലെ ഒരു വേഴാമ്പലാകും, ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കളച്ചിരിക്കുന്നു. ഞാൻ എന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരനെ തന്നെ ഒരു വേഴാമ്പലിനെ പോലെയും മൂങ്ങയെ പോലെയും ഒരു കുരുകിലിനെ പോലെയും സങ്കീർത്തനക്കാരനെ ഇവിടെ ഉപമിക്കുകയാണ്. 3 പക്ഷികളെ പറ്റി ഈ 102 സങ്കീർത്തനത്തിൽ പറയുമ്പോൾ 103 സങ്കീർത്തനം ഒരു പക്ഷിയെ പറ്റി പറയുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം എന്ന് പറയുന്നു. നമുക്ക് കാണാൻ കഴിയുന്നു വേഴാമ്പൽ, മൂങ്ങ, കുരികിൽ. വേഴാമ്പൽ മരുഭൂമിയിലൊരു മൃഗമാണ്. പക്ഷെ അത് വെള്ളം കുടിക്കുന്നത് നമുക്കറിയാം. വേഴാമ്പൽ വെള്ളം കുടിക്കുന്നത് അതിന് വലിയ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയത്തില്ല, പറ്റത്തില്ല. അതിൻ്റെ ജനനം അങ്ങനെയാണ്. അതിന് വെള്ളം കുടിക്കണമെങ്കിൽ അതിന് മഴ പെയ്യണം. ഒരു കുളത്തിൽ നിന്നോ കുടത്തിലെ വെള്ളമോ വേഴാമ്പലിന് കുടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. വൻമഴ പെയ്യണം അതിന് വെള്ളം കുടിക്കണമെങ്കിൽ. ദൈവം നേരിട്ട് ഒരു മഴ പെയ്യിക്കുമ്പോൾ മാത്രമേ അതിന് കുടിക്കാൻ പറ്റത്തുള്ളൂ. മൂങ്ങയുടെ പ്രത്യേകത മൃഗത്തിൻ്റെ മുഖവും ശരീരം പക്ഷിയുടേതാണ്. അങ്ങനെയാണ് മൂങ്ങയുടെ അവസ്ഥ. കുരികിലിനെ പറ്റി സങ്കീർത്തനക്കാരൻ പറയും, വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന ഒരു കുരുവിലാണ്. വീടിൻ്റെ അകത്തല്ല, വീട്ടിന് മുകളിൽ ഇരിക്കുന്നൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, എന്നാൽ സങ്കീർത്തനക്കാരൻ 103 വരുമ്പോൾ പറയുക, ഞാൻ ഒരു വേഴാമ്പലല്ല, ഞാൻ ഒരു മൂങ്ങയല്ല. സ്തോത്രം. എൻ്റെ യൗവനം ദൈവം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം. സ്തോത്രം. ആ വേഴാമ്പലിൽ നിന്നും മൂങ്ങയിൽ നിന്നും കുരികിൽ നിന്നും അവിടെ നിന്ന് ഒരു കഴുകൻ്റെ അനുഭവത്തിലേക്ക് ദൈവം ഒരു കഴുകനാക്കി മാറ്റി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 1150 അടി ഉയരത്തിൽ ഉയരുന്ന ഒരു കഴുകനാക്കി ആമേൻ ദൈവം മാറ്റിയെങ്കിൽ, ഇന്ന് പകൽ നിങ്ങൾ ശൂന്യസ്ഥലത്തെ മൂങ്ങായെ പോലെ ഒരു കാലം നിങ്ങളിരുന്നെങ്കിൽ, തനിച്ചിരുന്ന് കരയുന്ന കുരുകിലിനെ പോലെ നിങ്ങളിരുന്നെങ്കിൽ, ഒരു വേഴാമ്പലിനെ പോലെ നിങ്ങളിരുന്നെങ്കിൽ, ഇനി നിങ്ങളൊരു വേഴാമ്പലല്ല, നിങ്ങളൊരു മൂങ്ങയല്ല, നിങ്ങളൊരു കുരുകിലല്ല. ചിറകടച്ചുയരുന്ന പ്രതിസന്ധിയുടെ മീതെ പറന്നുയരുന്ന 150 അടി ഉയരത്തിൽ പറക്കുന്ന ഒരു കഴുകനാക്കി ദൈവം നിങ്ങളെ മാറ്റാൻ പോകുകയാണ്. നിങ്ങൾ ഇന്നലെ വരെ കരഞ്ഞ വിഷയത്തിൻ്റെ നടുവിൽ, ഇന്നലെ മുതൽ ഒരുങ്ങിയ വിഷയത്തിൻ്റെ മീതെ ഒരു കഴുകനെ പോലെ ചിറകടിച്ച് നിങ്ങൾ ഉയരും. ഇനി നിങ്ങൾ ഒരു വേഴാമ്പലല്ല, ഒരു മൂങ്ങയല്ല, ഒരു കുരുകിലല്ല, നിങ്ങൾ പറന്നുയരുന്ന ഒരു കഴുകനാക്കി ദൈവം നിങ്ങളെ മാറ്റും. ഗാഡ് ബ്ലസ് യു.